Hi friends, welcome to Varsha's lecture class. So last class we studied single column cash book. Now we will study double column cash book. Prepare the channel, subscribe to the bell button. Okay, single column, double column. What is the difference? Single column is one amount debit side and credit side one amount but double column two side two columns okay two amount columns one cash column one bank column that's the difference single column is same process okay difference okay so just double column cash book prepare okay. Okay, so this is double column cash book format. Date, receipts, ledger folio, cash, bank, date, payments, ledger folio, cash, bank. അതായത് നമ്മൾ സിംഗിൾ കോളത്തിൽ പഠിച്ചപ്പോൾ ഇവിടെ എമൗണ്ട് എന്നൊരു കോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഡബിൾ കോളത്തിലായപ്പോഴത്തേക്ക് അത് മാറി ഇവിടെ ക്യാഷ് ബാങ്ക് രണ്ട് കോളംസ് ആയി. അപ്പോൾ അതാണ് ഈ ഡബിൾ കോളം സിംഗിൾ കോളം തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാസം നടന്ന ട്രാൻസാക്ഷൻസ് മുഴുവനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ എന്താണ് ലാസ്റ്റ് മന്തിൽ നടന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മാസം നടന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ ക്യാഷ് കോളം ഈ ബാങ്ക് കോളം എന്തിനാണെന്നൊക്കെ ഉള്ളത് ഇപ്പം നമുക്കത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരു മാസം മന്ത് സ്റ്റാർട്ടിങ്ങിൽ ക്യാഷ് ബാലൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ആ ഡേറ്റ് ഉണ്ട് ഫസ്റ്റ് ഇപ്പോൾ 1/8/2024 എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്യാഷ് ബാലൻസ് ഉണ്ടോ നമ്മൾ എങ്ങനെയായിരുന്നു കാണിക്കുന്നത്? സിംഗിൾ കോളം പ്രിപ്പയർ ചെയ്തപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ബ്രോഡോ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ബാലൻസ് ബ്രോഡോ എത്രയാണ്? 30,000 ആണ് ക്യാഷ് ബാലൻസ് എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അതിവിടെ കാണിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഡേറ്റിൽ തന്നെ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ബാങ്ക് ബാലൻസ് നമ്മൾ ഈ ബാങ്ക് കോളത്തിൽ കാണിക്കും. ഓക്കെ, ക്യാഷ് നമ്മുടെ കയ്യിലുള്ള ക്യാഷാണ് നമ്മളിവിടെ 30,000 എന്ന് പറഞ്ഞ് ബാലൻസ് ബ്രോഡോ കാണിച്ചത്. ഇനി ബാങ്ക് ബാലൻസ് എത്രയാണുള്ളത്? 20,000 എന്ന് വെച്ചു. അത് നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, അതായത് ക്യാഷ് ബാലൻസ് കാണിച്ചു, ബാങ്ക് ബാലൻസ് ബ്രോഡോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ബ്രോഡോ പറഞ്ഞ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കാണിച്ചു. ഇനി അടുത്തൊരെണ്ണം എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ അതിന് പൈസ പോവുമല്ലേ? പൈസ പോകുമ്പോൾ എവിടെ കാണിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പേയ്മെന്റ് സൈഡിൽ കാണിക്കണമെന്നാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ് ഇട്ട് കാണിക്കുന്നു. നമ്മൾ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ ട്രാൻസാക്ഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസസ് എന്ന് പറഞ്ഞ് ഇവിടെ ക്യാഷ് നമ്മൾ ചെക്കാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇവിടെ കാണിക്കും. ഓക്കെ, കാണിച്ചു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് നമ്മൾ ചെക്ക് കൊടുത്തിട്ടാണ് ട്രാൻസാക്ഷൻ ചെയ്തത്. അപ്പോൾ ആ എമൗണ്ട് എന്താ ബാങ്ക് കോളത്തിൽ കാണിച്ചു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ വെച്ചാൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നമുക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എവിടെ കാണിക്കും? റെസിപ്റ്റ് സൈഡ് കാണിക്കും. നമ്മൾ ഡേറ്റ് ഇട്ടത് കാണിക്കുന്നു. സെയിൽസ് 8,000. ഇനി അടുത്തത് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പേയ്മെന്റ് സൈഡിലാണ് കാണിക്കുന്നത് അല്ലേ? നമ്മൾ ആ ഡേറ്റ് ഇട്ടിട്ട് അവിടെ കാണിക്കുകയാണ്. ബാങ്ക് അതായത് പൈസ പോയി. ഇപ്പോൾ ബാങ്കിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്, ബാങ്ക് എന്ന് കാണിക്കുന്നു.
ഓക്കെ, അപ്പം എത്ര എമൗണ്ട് ആണ് നമ്മുടെ നിന്ന് പോയത്? 20,000. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ പോയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ബാങ്കിൽ കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ പോവുകയാണല്ലോ ചെയ്തത് അല്ലേ? അതായത് നമ്മുടെ ബാങ്കിൽ കിടന്ന പൈസ പോയി, പകരം ബാങ്കിൽ കിടന്നില്ല, നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിലോട്ട് പോയി. അപ്പൊ കയ്യിലുള്ള പൈസ ബാങ്കിലോട്ട് പോകുമ്പോൾ ആ എൻട്രി എടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കാണിക്കും. ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ പൈസ പോയി, ബാങ്കിലോട്ടാണ് പോയത്, നമ്മൾ ഇവിടെ കാണിച്ചു. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, പക്ഷെ നമ്മുടെ ബാങ്കിൽ പൈസ വന്നു. ബാങ്കിൽ പൈസ വരുമ്പോൾ അതെടുത്ത് ഇപ്പുറത്തോട്ട് കാണിക്കണം. സെയിം ഡേറ്റ് ഇട്ടിട്ട് ക്യാഷ്, അതായത് ബാങ്കിലാണ് പൈസ വന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് 20,000 എന്ന് കാണിക്കുന്നു. അതുപോലെ ലെഡ്ജർ ഫോളോയിൽ നമ്മളിവിടെ സി എന്ന് പറഞ്ഞു കൊടുക്കുന്നു രണ്ട് സൈഡിൽ. സി എന്ന് വെച്ചാൽ എന്താണ്? കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺട്രാ എൻട്രി യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലും സി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതായത് നമ്മുടെ അതിന് പൈസ പോയി, പൈസ പോകുമ്പോൾ നമ്മൾ പേയ്മെന്റ് സൈഡിലാണ് കാണിക്കുന്നത്. ബാങ്കിലോട്ടാണ് പോയത്, ക്യാഷ് കൊടുത്ത് 20,000 കാണിച്ചു. പക്ഷെ ബാങ്കിൽ എന്തോ ചെയ്തു? പൈസ വന്നു. ബാങ്കിൽ പൈസ വരുമ്പോഴത്തേക്ക് എന്താണ്? ഇപ്പുറത്തെ സൈഡിൽ അത് ക്യാഷ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ബാങ്ക് കുളത്തിൽ സെയിം എമൗണ്ട് കാണിക്കുന്നത്. രണ്ടിന്റെ ലെഡ്ജറിൽ കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷൻസ് വരുന്നില്ല, കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് രണ്ടിന്റെ ലെഡ്ജർ ഫോളിയിൽ കോൺട്രാ സി എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ ചെക്ക് ഗിവൺ ബൈ രാഹുൽ. അതായത് രാഹുൽ നമുക്ക് ചെക്ക് തന്നു. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ അതിലോട്ട് പൈസ വരികയാണ് ചെയ്യുന്നത്. അത് റെസീപ്റ്റ് സൈഡിൽ കാണിക്കണം. രാഹുൽ, ആരാണ് പൈസ തന്നത്? രാഹുൽ. ചെക്കാണ്, അതുകൊണ്ട് അതിനകത്ത് ബാങ്ക് സൈഡിലോട്ട് പോകണം. 10,000. ഓക്കെ, അടുത്തെന്താണ്? ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ഇനി നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. പൈസ വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അതിലോട്ട് പൈസ വരികയാണ് ചെയ്യുന്നത് അല്ലേ? പൈസ വരുമ്പോഴത്തേക്ക് എന്താണ്? നമ്മളത് റെസീപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നമ്മൾ ഡേറ്റ് ഇട്ടിട്ട് കാണിക്കുകയാണ്. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. അപ്പൊ എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ് പൈസ വിഡ്രോ ചെയ്തത്. അപ്പൊ നമ്മുടെ കയ്യിലാണ് പൈസ വരുന്നത്. ആ എമൗണ്ട് അവിടെ കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ വന്നു, നമ്മൾ ആ എമൗണ്ട് ഇവിടെ കാണിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? എവിടുന്ന പൈസ പോയത്? എവിടുന്ന? ബാങ്കിൽ നിന്ന് പൈസ പോയല്ലേ? ബാങ്കിൽ നിന്ന് പൈസ പോകുമ്പോൾ നമ്മൾ എവിടെ കാണിക്കണം? സെയിം ഇപ്പുറത്തെ സൈഡിൽ കാണിക്കണം. അതായത് നേരത്തെ നമ്മൾ ബാങ്കിലോട്ട് പൈസ വന്നപ്പോൾ ഇവിടെ റെസീപ്റ്റ് സൈഡിൽ കാണിച്ച പോലെ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് പൈസ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മളത് പേയ്മെന്റ് സൈഡിലോട്ട് സെയിം ഡേറ്റ് ഇട്ട് കാണിക്കണം. ബാങ്കിൽ നിന്ന് പൈസ പോയപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കണം. എന്നിട്ട് ബാങ്കിൽ നിന്നാണ് പൈസ വരുന്നത്. ബാങ്ക് ഓർത്തി 12,000 കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ലെഡ്ജർ ഫോളിയിൽ സി, ഇത് കോൺട്രാ എൻട്രി ആണ്. ഇവിടെയും സി എന്ന് പറഞ്ഞു കാണിക്കണം. ഓക്കെ, സോ അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി അത് നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്കിന്റെ ജേണൽ എൻട്രി നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് അതുപോലെ എടുത്ത് എഴുതിയിട്ട്, അതായത് ഇപ്പം ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അപ്പൊ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ബാങ്കിൽ നിന്ന് പൈസ പോയി, അത് കാണിച്ചു. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്തോ കാണിക്കണം എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തിച്ചിട്ട് മതി. ഇവിടെ ബാങ്ക് 20,000 ആണെങ്കിൽ ഇവിടെ ക്യാഷ് എന്ന് കാണിച്ചിട്ട് അത് ബാങ്ക് കോളത്തിൽ കാണിക്കണം, അത്രേ ഉള്ളൂ. അതുപോലെ ഇവിടെ ബാങ്ക് ക്യാഷ് കോളത്തിൽ നമ്മൾ കാണിച്ചു. ഇതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണ്? ഇവിടെ ക്യാഷ് എന്ന് കാണിച്ചിട്ട് ബാങ്ക് കോളത്തിൽ കാണിക്കണം. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി. നിങ്ങൾക്ക് അത് ഏത് ഡൗട്ട് ആയിട്ട് വന്നാലും ഇപ്പൊ എല്ലാം കൂടെ അങ്ങോട്ട് ഇവിടെ തിരിഞ്ഞു പോകും, ചിലർക്ക് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങളിത് ഇവിടെ എന്താണ് കാണിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്ത് അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, അതായത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ഇതിന്റെ ജേണൽ എൻട്രി അറിഞ്ഞാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് എന്താണ്? തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇവിടെ നോക്കിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പുറത്ത്. ഇവിടെ ക്യാഷ് കാണിക്കണം, ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ബാങ്ക് ക്യാഷ്, അപ്പൊ ഇവിടുത്തെ ക്യാഷ് കാണിക്കണം, ബാങ്ക് കോളത്തിൽ എമൗണ്ട് കാണിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. റിസീവ്ഡ് കമ്മീഷൻ. നമുക്ക് പൈസ കിട്ടി. അപ്പോൾ എവിടെയാണ്? റെസീപ്റ്റ് സൈഡിൽ പോകും അല്ലേ? റെസീപ്റ്റ് സൈഡിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കാണിക്കാം. എന്താണ് നമുക്ക് കിട്ടിയത്? കമ്മീഷനാണ് കിട്ടിയത് 8,000. അടുത്ത വെച്ചാൽ പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. അതായത് നമ്മൾ റെന്റ് പേ ചെയ്തു. അപ്പോൾ നമ്മൾ പൈസ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്തത്? ചെക്ക് ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്തത്. അപ്പോൾ റെന്റ് ചെക്കായിട്ട് തന്നെ നമ്മളത് ബാങ്ക് കോളത്തിൽ കാണിക്കുന്നു. ലാസ്റ്റ് വൺ ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി. അപ്പോൾ സാലറി ആണ്, അപ്പൊ അതും നമ്മൾ പേയ്മെന്റ് സൈഡിൽ കാണിക്കുന്നു. സാലറി പെയ്ഡ് സാലറി മാത്രമേ ഉള്ളൂ, അപ്പൊ അത് ക്യാഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാഷ് കോളത്തിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഒരു മാസത്തോളം ട്രാൻസാക്ഷൻസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് സൈഡ് ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചെയ്യാം നമുക്കിനി ഇത്.
ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് രണ്ട് സൈഡും ബാലൻസ് ചെയ്തു. ഇവിടെ 58,000, ഇവിടെ 50,000, സെയിം അതിർത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നു 58,000 50,000. പക്ഷെ ഇവിടെ എന്താണ് 23,000ന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഇവിടെ 26,000ന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ബാലൻസ് ക്യാരിഡ് ആണെന്ന് പറഞ്ഞ് രണ്ട് സൈഡിലും കാണിച്ചു. ഇനി അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് രണ്ട് സൈഡിലും കാണിക്കണം. അതായത് അടുത്ത മാസം, അതായത് 1/9/2024. അപ്പൊ ഈ ബാലൻസ് ക്യാരിഡ് ഓൺ ആണ് അടുത്ത മാസം ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഓൺ എന്താണ് 23,000 ആൻഡ് 26,000. പിന്നെ ആ മാസം വരുന്ന ട്രാൻസാക്ഷൻസ് ഇതുപോലെ രണ്ട് സൈഡും നോക്കിയിട്ട് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇത് വളരെയധികം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ട്രാൻസാക്ഷൻസ് എല്ലാം ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കണം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.